നമസ്കാരം. തലചുറ്റൽ എന്ന പ്രശ്നമായിട്ട് കുറേ ആൾക്കാർ ഒ പിയിൽ വരാറുണ്ട്. ഇതൊരു സാധാരണ കംപ്ലൈൻ്റ് ആണല്ലോ. കുറേ കാര്യങ്ങളെ നമ്മൾ പൊതുവായിട്ട് തലചുറ്റൽ എന്ന് പറയും. എന്നാൽ ഇത് പലതും മെഡിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഓരോന്നിനോടുള്ള അപ്രോച്ചും ട്രീറ്റ്മെൻറ്റും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. സോ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്തൊക്കെയാണ് ഈ പലതരത്തിലുള്ള തലചുറ്റലുകളെന്ന്. ഒന്നാമത്തത് ശരിക്കുള്ള വെർട്ടിഗോ എന്ന് പറയുന്ന സംഗതി. ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്ലാസിക് തലചുറ്റൽ. നമുക്ക് തോന്നും നമ്മുടെ ചുറ്റുപാട് മൊത്തം കറങ്ങുന്നുണ്ടെന്ന്. റൂമൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം കറങ്ങുന്നത് പോലെ തോന്നും. ഇതിനാണ് പൊതുവെ എല്ലാവരും ഈ ഇയർ ബാലൻസിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇയർ ബാലൻസ് ആണ് കേട്ടോ, ഇയർ ചെവി, എയർ ബാലൻസ് അല്ല. ചിലർ തെറ്റി എയർ ബാലൻസ് എന്ന് പറഞ്ഞേക്കാം. ഇതുണ്ടാവുന്നത് ചെവിയുടെ ഉള്ളിലുള്ള ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തിന്റെ തകരാറുണ്ടാണ്. BPPV, വെസ്റ്റിബുലർ ന്യൂറൈറ്റിസ്, അങ്ങനെയുള്ള 2 അസുഖങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ. ഇത് അനുഭവിക്കുന്ന രോഗികൾക്ക് ചുറ്റുപാടുകൾ മൊത്തം തിരിയുന്നതായി തോന്നി. പേടി തോന്നുന്ന ഒരു അനുഭവം തന്നെയാണിത്. ഓക്കാനവും ഛർദിയും അതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. തല പെട്ടെന്ന് തിരിക്കുമ്പോഴും തലയുടെ പൊസിഷൻ മാറുമ്പോഴൊക്കെ ഇത് കൂടുന്നതായി തോന്നും. പ്രീ സിൻകോപ്പ് എന്ന പേരിലൊരു സംഗതിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു വട്ടം ചുറ്റുന്ന ഫീലിംഗ് അല്ല, നമുക്കൊരു ലൈറ്റ് ഹെഡഡ്നെസ്, അതായത് തലയ്ക്ക് ഭാരം കുറഞ്ഞ പോലെയും കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയൊക്കെ തോന്നും. ഇതിൻ്റെ കൂടെ പലപ്പോഴും രോഗി വിയർക്കുകയും നെഞ്ചിടിപ്പ് കൂടുകയൊക്കെ ചെയ്യാം. സാധാരണയായിട്ട് ഈ പ്രീ സിൻകോപ്പ് നമ്മുടെ BP കുറയുമ്പോഴോ ശരീരത്തിലെ ജലാംശം എന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെടുമ്പോഴോ, അതായത് വയറിളക്കം, ഛർദി, പനി അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ ചിലർക്ക് ഇരുന്നിടത്തുനിന്ന് പെട്ടെന്ന് എണീക്കുമ്പോഴോ കിടന്നിടത്തുനിന്ന് പെട്ടെന്ന് എണീക്കുമ്പോഴോ ഒക്കെയാണ് തോന്നാറുള്ളത്. കുറച്ചു നേരം കൊണ്ട് തന്നെ ഇത് മാറുകയും ചെയ്യും. പക്ഷേ ഹൃദയത്തിൻ്റെ മിടിപ്പിലെ ക്രമം തെറ്റിലുകൊണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ വരാം. അതായത് പ്രീ സിൻകോപ്പ് എന്ന് പറയുന്ന അതൊരു വെയിറ്റ് ഇല്ലായ്മ അനുഭവപ്പെട്ട് വീഴാൻ പോകുന്നൊരു ഫീലിംഗ് ആണ്, കറക്കം അല്ല ചുരുക്കം. ഡിസിക്ലിബ്രിയം. ഇതാണ് അടുത്ത സംഗതി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൻ്റെ ബാലൻസ് പ്രശ്നം എന്ന് പറയാവുന്നത്. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ബാലൻസ് കുറവുള്ളൊരവസ്ഥ. ഇതുള്ളവർക്ക് നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ചെരിഞ്ഞു പോകുന്ന പോലെ, ആടിപ്പോകുന്ന പോലെ തോന്നും. ഇതിൻ്റെ കാരണങ്ങൾ മിക്കപ്പോഴും ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. സ്ട്രോക്ക്, പാർക്കിൻസൺ അസുഖം, പെരിഫറൽ ന്യൂറോപ്പതി, അങ്ങനെയുള്ള കാരണങ്ങൾ. ഇതുള്ള ആളുകൾക്ക് ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നു എന്നാണ് തോന്നുക. കറങ്ങുന്ന ഫീലിംഗ് ഉണ്ടാവാറില്ല. നാലാമത്തെ ഇതിലൊന്നും പെടാത്ത എന്നാൽ വളരെ സാധാരണമായ വേറൊരു സംഗതിയാണ് നോൺ സ്പെസിഫിക് ഡിസിനസ്. ഇതൊരു കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. തലയ്ക്കൊരു കനം പോലെ തോന്നാം, മനസ്സ് ക്ലിയർ അല്ലാത്ത പോലെ, ഒരു മന്ദത ഉള്ള പോലെ തോന്നാം, എന്തോ ഒരു സുഖമില്ലാത്ത ഫീലിംഗ്, ആങ്സൈറ്റി, ടെൻഷൻ, ഉറക്കക്കുറവ്, കഴുത്തിൻ്റെ മസിലിൻ്റെ പിടുത്തം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ തോന്നാം. PPPD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷണൽ ന്യൂറോളജിക്കൽ ഡിസോർഡറും ഇതിൽ പെടും. ടെൻഷനുള്ള സമയത്തും തിരക്കുള്ള സമയത്തൊക്കെയാണ് ഇത്തരം നോൺ സ്പെസിഫിക് ഡിസിനസ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ആളുകൾക്ക് പലപ്പോഴും ഇത് കൃത്യമായിട്ട് എന്താണെന്ന് പറയാൻ പറ്റില്ല. തലയിൽ എന്തോ ഒരു ശരിയല്ല എന്നുള്ളൊരവസ്ഥ. പക്ഷേ മിക്കപ്പോഴും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പദം തലചുറ്റൽ തന്നെ ആയിരിക്കുന്നു മാത്രം. പിന്നെ ഇതിനൊക്കെ പുറമെ പലപ്പോഴും മൈഗ്രെയിനുള്ള ആളുകൾക്കും ചില ടൈപ്പ് അപസ്മാരമുള്ളവർക്കും തലചുറ്റൽ ആ രോഗങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ തലചുറ്റൽ എന്ന് പറയുന്ന സംഗതി അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ ഡോക്ടറെ കാണണം? നിങ്ങൾക്ക് ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണം. തലചുറ്റലിൻ്റെ കൂടെ കൈകാലുകൾക്ക് ബലക്കുറവ്, വസ്തുക്കൾ രണ്ടെണ്ണമായി കാണുക, വർത്തമാനം പറയുമ്പോൾ കുഴച്ചിൽ വരിക, ബോധം മറയുന്ന പോലെ തോന്നുക, പെട്ടെന്ന് വരുന്ന കടുത്ത വെർട്ടിഗോ, മറ്റെന്തെങ്കിലും ന്യൂറോ സംബന്ധമായ ലക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുന്നതാണ് ഉത്തമം. ചിലപ്പോൾ ഇവ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളുടെ ലക്ഷണമാവാം. അതുകൊണ്ട് നമ്മൾ അതും വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കണം. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത്, തലചുറ്റൽ എന്ന് വളരെ സാധാരണമായി നമ്മൾ പറയുന്ന ആ ഒരു സംഗതി അത്ര സിമ്പിളായിട്ടുള്ള ഒറ്റ കാര്യമല്ല. പലതരത്തിലുള്ള അവസ്ഥകൾ കൊണ്ടും അതുണ്ടാവാം. പല അസുഖങ്ങളുടെയും ലക്ഷണങ്ങളും ആയിരിക്കാം അത്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ഏത് തരത്തിലുള്ളതാണ്, എന്ത് സംഗതിയാണെന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് ട്രീറ്റ്മെൻറ്റ് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തലചുറ്റലുള്ള ആളാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പരിശോധനയ്ക്ക് വിധേയമാകുന്നതാണ് നല്ലത്.